മെയ് 31 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ആഞ്ചല ദെ മെരിച്ചി, വിശുദ്ധ കാൻഷിയാൻ, വിശുദ്ധ കാൻഷ്യനില്ല, വിശുദ്ധ കാൻഷിയൂസ്, വിശുദ്ധ പ്രോത്തൂസ്, വിശുദ്ധ ക്രഷൻസിയാൻ, വിശുദ്ധ ഹെർമിയാസ്. ദൈവമാതാവ് വിശുദ്ധ എലിസബത്തിനെ സന്ദർശിക്കുന്നതും തിരുസഭ ഇന്ന് ആചരിക്കുന്നു. ഗബ്രിയേൽ ദൈവദൂതൻ തനിക്ക് നൽകിയ മംഗല സന്ദേശത്തിൽ നിന്ന് കന്യകാമറിയത്തിന് മനസ്സിലായി തന്റെ സഹോദരി എലിസബത്ത് വാർദ്ധക്യത്തിൽ സ്നാപക യോഹന്നാനെ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്നും തനിക്ക് ലഭിച്ചിട്ടുള്ള അത്യുന്നത സ്ഥാനം വിസ്മരിച്ച് സഹോദരിയെ ശുശ്രൂഷിക്കുവാനായി എലിസബത്ത് താമസിച്ചിരുന്ന വനപ്രദേശത്തേക്ക് മറിയം തിടുക്കത്തിൽ പുറപ്പെട്ടു. ഉദ്ദേശം 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വന്നു. ദൈവമാതാവും ഗർഭസ്ഥനായ ദൈവപുത്രനും കൂടി ആദ്യം സന്ദർശിച്ച ഭവനം എത്ര അനുഗ്രഹീതമായി! എലിസബത്ത് മറിയത്തിന്റെ അഭിവാദനം ശ്രവിച്ച മാത്രയിൽ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാടുകയും അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയാവുകയും ചെയ്തു. ഉടനെ അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹീതയാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലവും അനുഗ്രഹീതമാകുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്കെങ്ങനെ യോഗ്യതയുണ്ടായി? ഇതാ, അങ്ങേ അഭിവാദനത്തിന്റെ സ്വരം എൻ്റെ കർണപുടങ്ങിലെത്തിയ ഉടൻ ഗർഭസ്ഥ ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടി. കർത്താവ് അങ്ങയോട് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച അങ്ങ് അനുഗ്രഹീതയാണ്. അപ്പോൾ മറിയം: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ അരൂപി രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു എന്ന സ്തോത്രഗീതം ആലപിച്ചു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-56 വാക്യങ്ങൾ. ഇന്നേ ദിവസം നമുക്ക് ഇങ്ങനെ വിചിന്തനം ചെയ്യാം. ജപമാലയുടെ 2-ാം സന്തോഷ ദിവസത്തിൽ ഈ വസ്തുത നാം ധ്യാനിക്കുന്നുണ്ടല്ലോ. ദൈവമാതാവായിരുന്നിട്ടും എളിയ സഹോദരിയെ സന്ദർശിച്ച മറിയം പ്രദർശിപ്പിച്ച എളിമയും ഉപവയും നമുക്ക് ഉത്തേജനമായിരിക്കട്ടെ. എൻ്റെ നല്ല പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.